ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. അത് വേറൊന്നുമല്ല, UK-ലെ വേഴ്സ് പ്ലേസസ് ടു ലിവ്, അതായത് 10 പ്ലേസിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. 50 പ്ലേസോളം അവർ ഒരു സൈറ്റിൽ കണ്ടെത്തി. ഞാൻ കുറേ സൈറ്റ് വഴി കയറുന്നത്, അപ്പോൾ ഒത്തിരി സൈറ്റ് വഴി അത് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ഇച്ചിരി 2019 വേഴ്സ് പ്ലേസായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലേസസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിൽ മൊത്തത്തിലുള്ളതാണ്, അല്ലാതെ ഓരോ ഏരിയ വെച്ചുള്ളതല്ല. അപ്പോൾ അതിനകത്ത് ഈ 4 റീജിയൻസും വന്ന് നോക്കിയിട്ട് അവർ ഇട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷൈനീസ് വേൾഡ്. എൻ്റെ കിച്ചൻ്റെ പേരൊന്ന് ഇച്ചിരി അങ്ങോട്ട് ഡെവലപ്പാക്കി മാറ്റി വിട്ടു. കാരണം കിച്ചൺ എന്നുള്ളത് വന്നപ്പോൾ എല്ലാവരും പറയുന്നത് കിച്ചൺ മാത്രമല്ല, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതും ഇതുമൊക്കെ പറയുന്നുണ്ട്, ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ട്രാവലിങ്ങോ അതോ ടെക്കോ എന്ത് വേണം നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ കിച്ചൺ എൻ്റെ വേൾഡ് എന്ന് ഞാനങ്ങ് ആക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനമാകുവാണെങ്കിൽ ഇതും നന്നായിട്ട് വാച്ച് ചെയ്യുക. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ കുറച്ച് അപ്ഡേറ്റ് തന്നിട്ട് ഇനി കിച്ചണിലോട്ടൊക്കെ ഒത്തിരി പോകുന്നുള്ളൂ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഇതാണ്. ഇപ്പോൾ ഒത്തിരി ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യം പറയാൻ പോകുന്നത് ടോപ്പ് 10 ഇതിൻ്റെ അകത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, ഈ വേഴ്സായിട്ട് ഇവർ സെലക്ട് ചെയ്യാൻ കാരണം ജോലി ഇല്ലാതെ നടക്കുന്ന കുറച്ച് പേരുണ്ട്, പ്രഗ്നന്റ് ടീനേജേഴ്സ്, ഡ്രഗ് ഡീലേഴ്സ്, സൈലം സീക്കേഴ്സ്, സിംഗിൾ മദേഴ്സ്, ഇങ്ങനെ ബെനിഫിറ്റ് ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടാണ്, അസസ്മെന്റ് നോക്കിയിട്ടാണ് ഇവർ ഈ ഫസ്റ്റ് വേഴ്സ് സ്ഥലങ്ങളൊന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ഥലം ഞാൻ പറയുകയാണ്, അത് ഹള്ള്. അപ്പോൾ ഹള്ളെന്ന് പറയുന്നത് ഈസ്റ്റ് റൈഡിങ് ഓഫ് യോർക്ക്ഷയർ എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഹൾ ഷുഡ് ബി കോൾഡ് ആസ് ഹെൽ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റിൽ ഷോപ്സ്, ഇങ്ങനത്തെ ആൾക്കാർ എല്ലായിടത്തോടും നടക്കുന്നുണ്ട്, ജോലിയൊന്നും ഇല്ലാതെ എവരി പേർ. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ വരുന്നത് ജോലി ചെയ്യാനും ഒരു നേഴ്സിംഗ് അക്കോമഡേഷനിലോട്ടാണ് വരുന്നത്. അത് തന്നെയല്ല, നമുക്ക് ഒരു 4-5 മാസമൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. അത് നമുക്ക് പിന്നമ്പരി കിട്ടുക, നമുക്ക് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെ ഒത്തിരി ബാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ പേരിലൊന്നും സ്ഥലങ്ങൾ ചള്ളാന്ന് കരുതിയൊന്നും നിങ്ങളാരും വരാതിരിക്കുകയൊന്നും ചെയ്യരുത്. വേറൊരു സ്ഥലം കിട്ടാൻ വേണ്ടി തപ്പേണ്ട കാര്യമില്ല. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വരുമ്പോഴേ എന്താണെങ്കിലും ഗേൾസ്, മിക്കവാറും നേഴ്സസ് ഉള്ളവർ അവർ തന്നെയായിരിക്കും ഒരുവിധം വരുന്നത്. ഇപ്പോൾ ഒന്നും ഫാമിലി ആയിട്ടൊന്നും വന്നിട്ട് ഒത്തിരി കാര്യമൊന്നുമില്ല. ഉടനെ അതിന് നല്ലത് ഒന്നിച്ച് വരുന്ന, ഒറ്റയ്ക്ക് വരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നമ്പരി കിട്ടിക്കഴിഞ്ഞ് മാറുന്നതാണ് നല്ലത്. ഇപ്പോൾ രണ്ടാമത്തെ സ്ഥലം ഇവർ പറയുന്നത് ബ്രാഡ്ഫോർഡ്, വെസ്റ്റ് യോർക്ക്ഷയറിലെ ബ്രാഡ്ഫോർഡ്. അവിടുത്തെ പ്രധാന പ്രശ്നം ഇമിഗ്രൻ്റ് ആണ്. ഡംപിങ് അതിലിങ്ങനെ നടക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ ഒത്തിരി നടക്കുന്നു. വേഴ്സ് കൗൺസിലാണ്. അവിടെ ഒറ്റ പൈസ പോലും അവർ സ്പെൻഡ് ചെയ്യത്തില്ല. കൗൺസിൽ നല്ല കൗൺസിൽ കിട്ടിയാൽ അവർ പൈസ സ്പെൻഡ് ചെയ്ത് ആ ഏരിയ ഒക്കെ ക്ലീൻ ആക്കുകയും ടൈഡിയപ്പ് ആക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അലവൻസ് വാങ്ങിച്ച് ജീവിക്കുന്നവരാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലവും അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സ്ഥലം സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്. അവിടെ ഒത്തിരി മലയാളീസ് ഉള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക്-ഓൺ-ട്രെന്റിൽ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. അതിൽ നല്ല ഏരിയ ഉണ്ട്, ചള്ള ഏരിയ ഉണ്ട്. പക്ഷെ ഇവരെങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തതെന്നുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞ രീതിയൊക്കെ നോക്കിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയും അവർ പറയുന്നത് മങ്കി ഡസ്റ്റ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചീറ്റ് ഹോൾ എന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് പേര്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ഇതിനകത്ത് അടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തേതായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്ന് കയറി നമ്മൾ കിട്ടുന്ന സ്ഥലത്തൊന്നും കളയാതെ നമ്മൾ കയറി പോരുക, നമുക്ക് മൂവ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെ വിളിച്ചാൽ ആരോട് ചോദിച്ചാൽ എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ മൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം നാലാമത്തെ സ്ഥലത്താണ് സന്ദർലാൻഡ്. അത് സന്ദർലാൻഡ് ടൈനാൻവിയർ എന്ന് പറഞ്ഞാൽ ടൈനാൻവിയർ എന്ന് എഴുതിയേക്കണം. അവിടുത്തെ സ്ഥലമാണ്. അത് അവർ എഴുതിയേക്കുന്നത് ജോലി ഇല്ലാതെ നടക്കുന്ന ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ചാവ് പീപ്പിൾ. അതുപോലെ തന്നെ എല്ലാവരും ഹയസ്റ്റ് റേറ്റ് ഓഫ് ടീനേജ് പ്രഗ്നൻസീസ് ഉണ്ട് യൂറോപ്പുള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ടീനേജേഴ്സ് പ്രഗ്നൻ്റ് ആയിട്ട് നടക്കുന്നതാണ്. ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പ്രഗ്നൻ്റ് ആകും. അവർ പ്രഗ്നൻ്റ് ആയിട്ട് അവർക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം കിട്ടും. അതുകൊണ്ട് അവരത് അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ സ്ഥലത്ത്. അഞ്ചാമത്തെ സ്ഥലം എന്ന് ബുൾവെൽ, നോട്ടിംഗ്ഹാംഷയറിൽ പെട്ടതാണ് ബുൾവെൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയും ജോലി ഇല്ലാതെ നടക്കുന്ന കുറേ ടീനേജ് 14 ഇയർ ഓൾഡിലൊക്കെയുള്ള പിള്ളേർ പ്രഗ്നൻ്റ് ആകുന്നു. അതുപോലെ തന്നെ ഒരു പ്രാമ് കൊണ്ടിക്കൊണ്ട് രാവിലെ തൊട്ട് കറങ്ങി നടക്കുന്നു. അവർ ഡ്രഗ് ഡീലേഴ്സ് ഉണ്ടാകും. അതിനകത്ത് തന്നെ ഇഷ്ടംപോലെ ജോബ്ലെസ് ആൾക്കാർ കാണും. അവരിങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീടും പറമ്പൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ ചീപ്പ് ക്ലോത്ത് വിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങി നടക്കുന്നതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ആറാമതെന്ന് പറഞ്ഞാൽ മിഡിൽസ്ബറോ, അത് നോർത്ത് യോർക്ക്ഷയറിൽ പെട്ടതാണ് മിഡിൽസ്ബറോ.
അബ്സല്യൂട്ട് ഡംപ് ദാറ്റ്സ് ഫുൾ ഓഫ് വേസ്റ്റേഴ്സ്. അതായത് ഒരു യൂസും ഇല്ലാത്ത ആൾക്കാരാണ് അതിൽ നടക്കുന്ന ആൾക്കാർ. അപ്പം അവരെ കൊണ്ടും ഒരു യൂസും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അത് നമ്മൾ അത് സൂക്ഷിക്കുക, നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ മൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് മെയിൻ ഓപ്ഷൻ. 7ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കോവൻട്രി ആണ്. കോവൻട്രി വെസ്റ്റ് മിഡ്ലാൻഡ്സ്, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നതാണ്, നമ്മുടെ ആൾക്കാർ തന്നെ. അത് വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ ഉള്ള ഇതാണ്. വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ ഉള്ള സ്ഥലത്ത്, ഈ സ്ഥലത്ത് വേൾഡ് വാർ 2 ബിഫോർ ഒത്തിരി നല്ലതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടെ ബിൽഡിംഗ് എല്ലാം ഇപ്പം ഡിസ്ട്രോയ് ചെയ്ത് അത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്തല്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ട് അതിന് ആ ഏരിയയ്ക്ക് അത്ര ഡെവലപ്മെന്റ് ഇല്ലാത്തതിൻ്റെ കാരണത്താലാണ് ഇതിങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ബ്രീഡിങ്, ഒത്തിരി ഏഷ്യൻ പീപ്പിൾസും കൾച്ചേഴ്സും പല കൾച്ചേഴ്സും എല്ലാം ആയിട്ട് അവിടെ ഷോപ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഇതൊക്കെയുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും ചീപ്പായിട്ട് പറയാൻ കാരണം ആ ഏരിയനെ. അതുപോലെ ഹാക്നി, ചീപ്പല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കൊള്ളിനകത്ത് ഹാക്നി ലണ്ടൻ, 8ാമത്തെ സ്ഥലത്താണ് ഹാക്നി ലണ്ടൻ. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഡിസ്കസ്റ്റിംഗ് പൊല്യൂട്ടഡ് ഓവർ പ്രൈസ്ഡ് ഡം ക്രാംഡ് വിത്ത് പ്രോബ്ലി ദ ലീസ്റ്റ് ലൈക്ക് പേഴ്സൺ. അതായത് നമുക്ക് ആർക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അവിടെ ഉള്ളത് എവർ മറ്റെന്ന് എഴുതിയേക്കുന്നത്. അത് വെൽഫെയർ, ഇത് മുഴുവൻ ലേബർ പാർട്ടി കൊണ്ടുവന്നത്. അവിടെ ഇമിഗ്രൻസ് ആണ് കൂടുതൽ. അവിടെ ലേബർ പാർട്ടി കൊണ്ടുവന്നത് കൊണ്ട് അവർ വെൽഫെയറിലാണ് എല്ലാവരും തന്നെ മിക്കവരും ജീവിക്കുന്നത്, ജോലി ചെയ്യാതെ. അത് ക്രിയേറ്റ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സിംഗിൾ പാരന്റ് ഫാമിലീസ് ഉണ്ട്, ടു മെനി ചിൽഡ്രൻ ഉണ്ട്, സ്പൈക്ക് അപ്പ് ക്രൈം, ഇൻക്രീസ് കൗൺസിൽ ടാക്സ്, മേക്ക് ഒരു സ്കൂളോ കോളേജോ അങ്ങനെയുള്ളതൊന്നും നല്ലതില്ലെന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ നോക്കി എല്ലാം ഇവാലുവേറ്റ് ചെയ്താണ് ഇവർ ഈ ഏരിയ നല്ലതാണോ ഇല്ലയോ എന്ന് പറയുന്നത്. അതുപോലെ മഗ്ഗിങ്, കള്ളത്തരങ്ങളും, ഇന്നസെന്റ് പീപ്പിളിന്റെ പോക്കറ്റ് അടിക്കുന്ന പരിപാടി, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 9ാം സ്ഥലമാണ് ലൂട്ടൺ. ഏഷ്യൻ പോപ്പുലേഷൻ ഒത്തിരിയുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കത്തില്ല, അവർ വേസ്റ്റ് എടുത്തിടത്തില്ല, അവിടെ എല്ലാം അൺവാണ്ടഡ് ആയിട്ട് ആൾക്കാർ നടക്കും. അതുപോലെ ഡ്രഗ് ഡീലേഴ്സ് ഒത്തിരി അവരിലാണുള്ളത്. അവർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഉള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാനും ചീപ്പായിട്ട് ജോലി ചെയ്യാൻ ജീവിക്കാനുമായിട്ട് ജീവിക്കും. അതാണ് ആ ഏരിയയുടെ ഏറ്റവും വലിയ പ്രശ്നം. ലൂട്ടൺ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ബെർമിംഗ്ഹാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച, പക്ഷേ ഇത് 10ാമത്തെ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. 10ാമത്തെ ടോപ്പ് വേസ്റ്റ് സ്ഥലമായിട്ട് എഴുതിയേക്കുന്നത്. വെസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ളതാണ്. അവിടുത്തെ പ്രശ്നവും ഇതുപോലെ ഈ സോമാലിയൻസും പാകിസ്ഥാനീസും എല്ലാവരോടും തിങ്ങി നിറഞ്ഞ് പല കൾച്ചറുമായിട്ട് ജീവിച്ച് അവരുടെ ബിലീഫ് കൊണ്ട്, അതായത് അവരുടെ വിശ്വാസത്താൽ അധിഷ്ഠിതമായിട്ട് പൈസ ഉണ്ടാക്കാനുള്ള കുറച്ച് ആൾക്കാർ മാത്രം ജീവിക്കുന്ന സ്ഥലത്താണ് ഇവർ എഴുതിയേക്കുന്നത്. റിലീജിയസ് ആയിട്ടും ഇസ്ലാമിക് നേതാക്കന്മാരും ഒക്കെ എല്ലാത്തിനും ബെനിഫിറ്റ്, അവസാനം ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഏരിയയാണ്. അതുപോലെ ആ ഏരിയയിൽ കൂടുതലും താമസിക്കുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ അവിടുത്തെ രാത്രിയിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കട്ടോണ്ട് പോകും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏരിയയിൽ വീടില്ലാതെ ഹോംലെസ് പീപ്പിൾസ് ഉണ്ട്. അപ്പം അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവർ കാട്ടെടുക്കും, അല്ലെങ്കിൽ എറിഞ്ഞു പിടിക്കും, അങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി അവരും നടക്കും. അപ്പം അതാണ് ഈ ബെർമിംഗ്ഹാമിന്റെ. 11ാമത്തെ സ്ഥലം ക്രോയിഡോൺ. അതോടെ ഈ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ക്രോയിഡോൺ, ലണ്ടന്റെ ക്രോയിഡോൺ ആണ്. അവിടെയും ഇതൊക്കെ തന്നെയാണ് എഴുതിയേക്കുന്നത്. റൂട്ട് ബോയ്, അതുപോലെ തന്നെ അങ്ങനെ പല പല ആൾക്കാർ അതിൽ നമുക്ക് അഗ്രസീവ് പീപ്പിൾസ് ആണ് ഉള്ളത്. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 11 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിൽ 50 സ്ഥലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ഒരാവശ്യം നമുക്കില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ജീവിക്കുക. അതുപോലെ തന്നെ ചെല്ലുന്നിടത്ത് നിന്ന് നമ്മൾ അവിടുമായിട്ട് ഇൻവോൾവ് ചെയ്യുക. ഇനി അത് ഒട്ടും പറ്റത്തില്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുക. അതേ അതിനകത്ത് നമുക്ക് പറ്റുന്ന ഒരു സംഭവമുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പറ്റിയല്ലാന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോവുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്, ഇങ്ങനെ കുറേശ്ശെ വീഡിയോ ഒക്കെ ഇട്, ഇതാണ് വിസിറ്റിംഗ് വിസയായി കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ഫാമിലിയാണ്, ആരും വിസിറ്റിംഗ് വിസ നിങ്ങൾക്ക് തരത്തില്ല. പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാന്നുള്ള ഒരു കാര്യം നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും ആരും പ്രതീക്ഷിക്കരുത്. വിസിറ്റിംഗ് വിസ ആർക്കും ചുമ്മാതെ ഓഫർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് തന്നു കഴിഞ്ഞാൽ ആ തരുന്നവര് അതിന് അക്കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ അത് അവരെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും തരത്തില്ല. തന്നെയല്ല, അവിടുന്ന് കയറി പോരുന്നതിന് മുമ്പ് ഈവൻ നിങ്ങളുടെ ഷെയർ, അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം ഇതിനകത്ത് ടൈപ്പ് ചെയ്താണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് മാറിപ്പോയി വേറെ എന്തെങ്കിലും അന്വേഷിക്കാനൊന്നുമില്ല. ഓസ്കി എഴുതാൻ മാത്രം എങ്ങാണ്ട് നമുക്ക് അത്ര റിസ്ക്, അത്രയും ഇതുള്ളവർക്ക് ഇപ്പം നമുക്ക് സ്പോൺസേഴ്സിനൊന്നും കിട്ടിയില്ലെങ്കിൽ കയറിപ്പോരാം. വിസിറ്റിംഗ് വിസയിൽ വന്ന് പരീക്ഷ എഴുതാം. അല്ലാതെ വേറൊരു രീതിയിലും വന്ന് നമ്മുടെ ഫാമിലീസിന് നമ്മൾ കൊണ്ടുവരും. അല്ലാത്ത ആരും വിസിറ്റിംഗ് വിസ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുത്താൽ തന്നെ അത് അവരുടെ എല്ലാവരുടെ റിസ്ക് ആയിരിക്കും. അവരുടെ ഫാമിലിനെ ബാധിക്കും. നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജോലിയെ ബാധിക്കും, ഞങ്ങളുടെ എംപ്ലോയറെ ബാധിക്കും, ഇതെല്ലാം ബാധിക്കുന്ന കാര്യം. അതുകൊണ്ട് അതൊന്നും കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി, എനിക്ക് മെസ്സേജ് ഒത്തിരി വരുന്നുണ്ട്, മെസ്സഞ്ചറിൽ കൂടി ഞാൻ ഇങ്ങനെ എല്ലാം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. അത് പ്രത്യേകിച്ച് ഒരാളോട് പ്രത്യേക ഇഷ്ടം കൂടിയിട്ടൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് വരുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ മൊത്തം എല്ലായിടത്തും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു രാത്രിയിലും പകലും ഒക്കെ ഇങ്ങനെ വിടുമ്പം
അത് അവർക്കും കൂടി ഡിസ്റ്റർബൻസ് വരുമെന്ന് കരുതണം. അപ്പം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും തിരിച്ച് മെസ്സേജ് ഇടാണ്ട്, അല്ലാതെ അനാവശ്യമായിട്ട് ഞാൻ ഒത്തിരി സമയം കളയാനായിട്ടും എനിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ടൈമില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇത് ഇമിഗ്രേഷനെ മൊത്തം തീർത്തിട്ട് ഈ കുക്കറി ഷോയിലോട്ട് കടക്കുന്നുള്ളൂ. കാരണം ഇതാണ് ഇപ്പോൾ ഈ നടക്കുന്നത്, കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗം വരേണ്ടത്. കാരണം ഇപ്പോൾ ഇന്റർവ്യൂസ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും കയറി വരാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കയറി വന്ന് ഒത്തിരി എക്സാംസ് ഒക്കെ ഉണ്ട്. അതിനോട് താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇമിഗ്രേഷൻ ഇച്ചിരി എളുപ്പം ഇതാണ്, സ്പോൺസർഷിപ്പ് കിട്ടാൻ. അല്ലാതെ പൈസ ഉള്ളവരാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പോവുമോ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടേക്ക് പോവുമോ, കാനഡയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ന്യൂസിലാൻഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറ്റുവാണെങ്കിൽ അതിനൊക്കെ ട്രൈ ചെയ്യുക. കാരണം അതും കുഴപ്പമില്ല. ഇത്രയും വലിയ പരീക്ഷകളൊന്നും ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.